അഖിലാണ്ട മണ്ഡല മണിച്ചോരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും സുരഗോള ലക്ഷണമണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമീണക്കി കുടികൊള്ളും സത്യമേ ശരണം നീ എന്നും ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാൺമാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ. നെക്സ്റ്റ് വായിക്കും, വണ്ടി എടുത്ത് ഞാൻ പഠിക്കും. അഖിലാദി നായക തവ തിരു മുമ്പിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ സമരാധി തൃഷ്ണക്ക. അതായത് ഇത് നമ്മള് ആ പറഞ്ഞ ഫസ്റ്റ് സംസാരിച്ച അതേ വിഷയം തന്നെയാണ്. അതായത് അഖിലാണ്ട മണ്ഡലം നമ്മുടെ ഉള്ളിൽ നമ്മൾ ശുദ്ധീകരിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ മനശിഷ്യൻ, അതായത് മനുഷ്യനായി മാറുന്ന ഒരാള് അവന്റെ ഉള്ളിൽ സ്ഥാപിക്കേണ്ട ആ പ്രകാശത്തിനെ, അതായത് അവന്റെ ഉള്ളിൽ ആണ് ആ തിരി തെളിയിക്കേണ്ടത്. അത് ഈ പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും ആ പരമപ്രകാശാണ് അതാണ് നമ്മൾ ശരണം നിത്യം എന്ന് പറയുന്നത്. അത് ഏതൊരു ഇനി ബാക്കി തുടർന്ന് അതിൽ പറയുന്നത് ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ദൈവങ്ങളായിക്കോട്ടെ, ഇതാണ് സത്യം, ഇതാണ് ഹക്ക്. അത് നമ്മൾ ഏത് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും അതിനെ നമ്മുടെ ഉള്ളിൽ തെളിയിക്കുക വേണ്ടത്. അതിന് നമ്മുടെ ഗുരുനാഥൻ പറയുന്ന ഒന്നാണ് വസ്സമായി ഒത്താരിക്ക് വമാദ്രാക്കമത്താരിക്ക് അന്നജ്മു സാക്കിബ് ഇൻകുല്ലു നഫ്സുല്ലമ്മ അലൈഹാ ഹാഫിദ് എന്ന് പറയുന്നത്. അതായത് രാത്രിയിലെ ആകാശം എന്താണ്? രാത്രിയിലെ ആകാശത്തിന്റെ പ്രത്യേകത, ആ ആകാശത്തിൽ തുളച്ചു കയറി വരുന്ന നക്ഷത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ നഫ്സിന്റെയും, അതായത് എല്ലാ നഫ്സിന്റെയും മേലെ ഒരു മേൽനോട്ടക്കാരനായി വെച്ചിട്ടല്ലാതെ ഞാൻ പടച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. സോ അവരതിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമെന്ന് വിളിക്കുന്ന ആ ജ്യോതി. അത് അവരവരുടെ ഉള്ളിൽ തെളിയിക്കുമ്പോഴാണ് അവൻ ജനിച്ചതിനുള്ള ലക്ഷ്യം അവിടെ തുടങ്ങുന്നുള്ളൂ. ഓക്കെ, അവരവരെ തിരിച്ചറിയുമ്പോൾ. അതിനൊരു കോട്ടുണ്ടല്ലോ നമ്മുടെ, അതായത് നിന്നെ അറിഞ്ഞ നിന്റെ റബ്ബിനെ അറിഞ്ഞു എന്ന് പറയണത് എങ്ങനെയായിരുന്നു അറബിയിലുള്ളത്? ആയിഷ്